ഹലോ, ഞങ്ങളുടേത് ഞാലിപ്പൂവിൻ്റെ കൊല പഴുത്തു. ദാ കുട്ടികളൊക്കെ കണ്ട് ആദ്യമായിട്ട് അവർ കാണുക, സന്തോഷമായിട്ട് അവർ കയ്യടിക്കുക എൻ്റെ കൊച്ചുമക്കൾ. അപ്പോൾ അത് വെട്ടാൻ പറ്റണില്ല. അത് വലിച്ച് പറിച്ച് താഴേക്ക് കുനിച്ച് നിർത്തിയിട്ട് അവനോട് ഞാൻ, എൻ്റെ മരുമകനാണ്, അവനോട് പറഞ്ഞൊന്ന് മോനെ ഇത് വെട്ടുന്നു. അവനറിയില്ല. അപ്പോൾ ഞാനതൊക്കെ കാണിച്ചു കൊടുത്തു. അവൻ്റെ വാഴയുടെ കൈയൊക്കെ വെട്ടി കളഞ്ഞിട്ട്, അറുത്ത് കളഞ്ഞിട്ട് നമ്മൾ ആ വാഴയുടെ കൊല നമ്മൾ മുറിച്ച് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ 2, 3 പഴം പഴുത്ത് പോയിട്ടോ. കുഞ്ഞിന് ഭയങ്കര സന്തോഷം. അവൻ കൈയടിച്ച് ഇങ്ങനെ കാണുകയാണ്. അവൻ ആദ്യമായിട്ട് കാണുന്നതാണ് വാഴപ്പഴം. കടയിൽ നിന്ന് വാങ്ങണേൽ അവർ കണ്ടിട്ടുള്ളൂ. ഞാൻ ബക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ച് ബക്കറ്റിൽ നിന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം, ഞങ്ങൾ നാട്ടിലൊക്കെ പണ്ട് കുഴി വെട്ടിയൊക്കെയായിരുന്നു പഴം പഴുപ്പിച്ചിരുന്നത്. ഇപ്പം ഇങ്ങനത്തെ ഡ്രമ്മുണ്ട് വീട്ടിൽ. ഈ ഡ്രമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ പഴുപ്പിക്കുന്നത്. ഈ ഡ്രമ്മിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ തന്നെ പിറ്റേ ദിവസം പഴുക്കും കേട്ടോ. ഞാൻ ചന്ദനത്തിരി എടുക്കാൻ പോയേക്കുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റിലേക്കൊക്കെ തരാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ആ വാഴയുടെ അറ്റത്തുള്ള കൊലയുടെ അറ്റത്ത് നിന്നൊരു ഭാഗം മുറിച്ചെടുത്തിട്ട് അതിൽ ചന്ദനത്തിരി കുത്തി ഒറ്റ ഒരു ചന്ദനത്തിരി വെച്ചാൽ മതി. ഒരേ ഒരു ചന്ദനത്തിരി. വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ കളറ് മാറും. ഇപ്പം തന്നെ അതേ കളറ് മാറി തുടങ്ങിയ പഴമാണ്, നല്ല മൂത്തതല്ലേ. അപ്പോൾ ഞാനത് എടുത്ത് അടച്ച് വെച്ചു. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വാഴപ്പഴം പൊടിച്ചു. പിള്ളേർക്കൊക്കെ പഴുത്ത പഴം കൊടുത്ത് ഇഷ്ടപ്പെട്ടു, കഴിച്ചു. അവർ നല്ല സൂപ്പറായിട്ട് കഴിച്ചു. അവരങ്ങനെ വീട്ടിലുണ്ടായ കൊലയൊന്നും കഴിക്കാറില്ല. അവർ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിയല്ലേ കഴിക്കണം. കുട്ടികൾ വീട്ടിലില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ പഴം പഴുത്തു കേട്ടോ.